ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ട്രേഡ് വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ട്രേഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നല്ല ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഞാൻ ഒരു ഒരു ഷോർട്ട് പൊസിഷൻ തന്നെയായിരുന്നു നോക്കിയിരുന്നത്. ഒന്ന് ഹോൾഡ് ചെയ്തു, എന്നിട്ട് ഈ ഒരു ഡേ ഹൈ ഈ ഒരു ലെവൽ എത്തിയപ്പോൾ തന്നെ ഞാൻ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം ഈ ഒരു ലെവലിൽ ചെറിയൊരു സ്റ്റോപ്പ് ലോസും വെച്ച് ടാർഗറ്റ് എൻ്റെ എൻ്റെ ഈ എൻ്റെ ഈ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് ഉടനെ ടാർഗറ്റ് ബുക്ക് ചെയ്യാനായിരുന്നു എൻ്റെ പ്ലാൻ. അതുപോലെ തന്നെയായിരുന്നു എനിക്ക് ഫസ്റ്റ് ഒരു 5 മിനിറ്റ്സിൽ തന്നെ എനിക്ക് എൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേറെ ട്രേഡൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോടെ ആ ഒരു ട്രേഡ് എടുത്ത് തന്നെയായിരുന്നു. അങ്ങനെ ഇന്ന് ടോട്ടൽ ഒരു 4000 റുപ്പീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. വേറെ ട്രേഡ്സ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ബാങ്ക് നിഫ്റ്റിയിലും ഒരു ലോട്ട് എടുത്തു, സെൻസെക്സിലും 3 ലോട്ട് എടുത്തു. അങ്ങനെ 2 ഇതിലും കൂടെ എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു പ്രോഫിറ്റ് ആക്കിയത്. ഇന്ന് എന്തായാലും ഒരു ഷോർട്ട് പൊസിഷൻ തന്നെയായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒന്നൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നെങ്കിൽ ഞാൻ ഏകദേശം ഈ ഒരു ലെവൽ വരെ ഞാൻ ഒന്ന് ഹോൾഡ് ചെയ്യാനുള്ള പ്ലാനിലായിരുന്നു. ഈ ഒരു ലെവലിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നെങ്കിൽ ഞാൻ ഇത്രയും ഒരു 300 പോയിന്റ്സ് വരെ ഒന്ന് ഹോൾഡ് ചെയ്യാനുള്ള പ്ലാനിലായിരുന്നു. പക്ഷേ നല്ല ഗ്യാപ്പ് ഡൗൺ ആയിട്ടായിരുന്നു ഇന്ന് ഓപ്പൺ ചെയ്തത്. അതുകൊണ്ട് തന്നെ അധികം എത്രത്തോളം പോകുമെന്ന് അറിയത്തില്ല. കാരണം മാർക്കറ്റ് അത്യാവശ്യം സ്ട്രോങ് ആണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, നാളത്തെ ആണെങ്കിലും ഇപ്പോൾ നമ്മൾ ലോങ് ട്രെൻഡ് ഒന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം പോസിറ്റീവ് മൂവ്മെൻറ്റാണ് കാണുന്നതെങ്കിലും എനിക്ക് നാളെ ഒരു ഫോളാണ് എനിക്ക് ഒന്ന് ഫീൽ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിരുന്ന പോലെ തന്നെ ഒരു ഡിസംബർ വരെ ഈ ഒരു റേഞ്ചിൽ നിന്ന് തന്നെ ട്രേഡിങ് നടക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു റേഞ്ചിൽ ഫുള്ള് ഈ 80,000 ഇടയ്ക്ക് ഇങ്ങനെ ഒരു റേഞ്ച് മാർക്കറ്റ് പോലെ ആയിരിക്കും നമ്മൾ ലോങ് ട്രെൻഡിൽ കാണുന്നതാണ് എൻ്റെ ഒരു ഞാൻ അനലൈസ് ചെയ്തിരിക്കുന്നത്. എത്രത്തോളം ആക്യുറേറ്റ് ആണെന്ന് നമുക്ക് വഴിയെ കണ്ട് മനസ്സിലാക്കാനും പറ്റും. അതേപോലെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയും വരുന്നത് ഒരു ഓൾ ടൈം ഹൈയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് എത്രത്തോളം പോകും എന്ന് വലിയ ഉറപ്പില്ല. ഇവിടെ നല്ലൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ട്. രണ്ടാമത്തെ പ്രാവശ്യമാണ് ആ റെസിസ്റ്റൻസ് തട്ടുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത്യാവശ്യം 580,000 വരെ പോകും. പക്ഷേ ഇതിൽ നിന്ന് നല്ലൊരു ഇതാണ് വരുന്നതെങ്കിൽ, ഫോളാണ് വരുന്നതെങ്കിൽ നല്ല അത്യാവശ്യം കണ്ടിന്യൂസ്ലി ഒരു ഫോളോ തന്നെയായിരിക്കും. പക്ഷേ ഇതും ഒരു റേഞ്ച് മാർക്കറ്റ് പോലെ ഒരു ലോങ് റണ്ണിൽ ഈ ഒരു റേഞ്ചിൽ നിന്ന് തന്നെ കളിക്കും തന്നെയാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ട്രേഡും കാര്യങ്ങളും എത്ര ഉണ്ടായിരുന്നുള്ളൂ, ഒരു 5 മിനിറ്റ്സിൽ തന്നെ എനിക്ക് എൻ്റെ ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ വലിയ ട്രേഡ് എടുത്ത അപ്പോൾ തന്നെ ഫോള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അധികം ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് തന്നെ എനിക്ക് എൻ്റെ ടാർഗറ്റ് അങ്ങ് അച്ചീവ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഏകദേശം ഈ ഒരു റേഞ്ചിൽ നിന്ന് തന്നെയായിരുന്നു ട്രേഡ് എടുത്തിരുന്നത്. ഈ ഒരു റേഞ്ചിൽ നിന്ന് ഈ ഒരു ബ്രേക്ക് വന്ന ഉടനെ ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ ഞാൻ എൻ്റെ ടാർഗറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അത്യാവശ്യം ഒരു 4000 പ്രോഫിറ്റോടുകൂടി എക്സിറ്റ് ചെയ്ത് വേറെ ട്രേഡൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നാളെ ട്രേഡിൻ്റെ വിശേഷിച്ചിട്ട് നാളെ പിന്നെയും കാണാം.